ഈ മാച്ചിന് മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSG അവരുടെ ഫാൻസ് ആയാലും അവരുടെ കോച്ചൊക്കെ ആണെങ്കിലും കുറേയും കൂടെ ഇമോഷണലി ബാർസ ഫാൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. ഈ PSG ഫാൻസ് അൾട്രാസ് അവരെന്ന് പറഞ്ഞാൽ അവർ പൈറോ കത്തിക്കും, അവരുടെ 60,000-ന് മേളുള്ള അവരുടെ ഫാൻസ് ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു രീതിയിലും ഇവർക്ക് അവിടെ ആ ഒരു കോൺഫിഡൻസിൽ അവർക്ക് കളിക്കാൻ പറ്റത്തില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യും എന്ന് അൾട്രാസിൻ്റെ ഭീഷണി ഒരു സൈഡിൽ. അപ്പുറത്ത് ലൂയിസ് എൻറിക്കെ ചാവിയെ ടാർഗറ്റ് ചെയ്യുന്നു. പുള്ളിയുടെ ലൂയിസ് എൻറിക്കയുടെ ബാർസയിലെ പാരമ്പര്യം അല്ലെങ്കിൽ ലെഗസി, അത് ചാവിയുടെ ലെഗസിയേക്കാളും വലിയ ലെഗസി പുള്ളിക്കുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പം കൂടുതലും ഫാൻസാണ് കൂടുതലും ട്രിഗർ ആകുന്നത്. അങ്ങനെ ഫാൻസിനെ ട്രിഗർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ PSG ഭാഗത്തു നിന്ന് അവരുടെ അൾട്രാസ് ആയാലും ലൂയിസ് എൻറിക്കയൊക്കെ ആണെങ്കിലും നടത്തുന്നു. പക്ഷേ നമ്മൾ മാച്ചിലേക്ക് വരുമ്പോഴത്തേനും മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 10-18 മിനിറ്റൊക്കെ നിങ്ങൾ നോക്കിയോ, ബാർസ ബോൾ തൊടുന്നില്ല. PSG പൊസഷൻ കൈവെക്കുന്നു. 60% മുകളിൽ പൊസഷൻ PSG ബാർസയ്ക്കെതിരെ, നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം ലുച്ചോ ആണ്. അപ്പം ലൂയിസ് എൻറിക്കെ ബാർസയിലെ ആ ഒരു വിത്ത് ദ ബോൾ കളിക്കുന്ന ആ ഒരു സ്റ്റൈല് PSG-യിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ശ്രമിക്കുന്നതാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊസഷൻ PSG-ക്ക് ഉണ്ടെങ്കിലും ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴത്തേനും ഇവരൊരിക്കലും ഒരു ഗോൾ സ്കോർ ചെയ്യുമെന്നുള്ളൊരു തോന്നൽ വരുത്തുന്നില്ല. ഇവർ ഫൈനൽ തേർഡിൽ വരുന്നു, അവിടെ പൊസഷൻ ലൂസ് ചെയ്യുന്നു. ബാർസ അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ 1-2 പാസ് ബാർസ നടത്തുന്നതിനിടയ്ക്ക് തന്നെ ഇവർ ബോൾ റിക്കവർ ചെയ്യും. വീണ്ടും അറ്റാക്കിൽ വരുമ്പോഴത്തേനും ബാർസയുടെ ഡിഫൻസ് നമ്മൾ എടുത്തു പറയണം. കാരണം ബാർസയുടെ ഡിഫൻസ് നോക്കിയോ, ഓൾമോസ്റ്റ് ഡിഫൻസീവ് ഷേപ്പ് നോക്കിയാൽ 6-3-1 6 പേരായിരുന്നു ബാക്ക് ലൈനിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഫോർമാൻ ഡിഫൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് യമാൽ ഡ്രോപ്പ് ചെയ്യുന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് റഫീഞ്ഞ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പം ഈ യമാലിനെയും റഫീഞ്ഞയൊക്കെ കളിപ്പിക്കാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവരുടെ ഡിഫെൻസീവ് വർക്ക് റേറ്റ് ആണ്. PSG-ക്കെതിരെ ഓഫ് ദ ബോൾ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനത്തെ 2 ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വിങ്ങേഴ്സിനെ ബാർസ അല്ലെങ്കിൽ ചാവി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 10-18 മിനിറ്റ് പൊസഷനും കാര്യങ്ങളും ഒക്കെ കൂടുതലും ഹോൾഡ് ചെയ്തു. ബാർസയുടെ ഹാഫിലാണ് കളി കൂടുതലും നടക്കുന്നത്. എന്നാലും എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർസയായിരുന്നു ആ ഒരു സമയത്തും ഓഫ് ദ ബോൾ ആണെന്ന് പറഞ്ഞാലും ബാർസ ആയിരുന്നു ഗെയിം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ആണ് ബാർസ ഗെയിമിനെ കൺട്രോൾ അല്ലെങ്കിൽ ഓഫ് ദ ബോൾ അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് കുറേ കൂടെ പേഷ്യൻ്റായിട്ട് ഗെയിമിൻ്റെ ഒരു പ്രോഗ്രസ് ഒക്കെ നോക്കി നിന്നിട്ട് പയ്യെ ഗെയിമിലേക്ക് വരുന്നു. അങ്ങനെ ഇവർ നോക്കിയപ്പോഴത്തേനും ഇവരുടെ ഈ PSG ശരിക്കും പറഞ്ഞാൽ ഓൾ ഔട്ട് അറ്റാക്കാണ്. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇവരുടെ ഓഫ് ദ ബോൾ ഷേപ്പ് PSG-യുടെ ഓഫ് ദ ബോൾ ഷേപ്പ് മോശമായിരുന്നു. അതായത് ഇവരുടെ റെസ്റ്റ് ഡിഫൻസ് വൺസ് ഇവർ ബോൾ ലൂസ് ചെയ്യുമ്പോൾ ഇവരുടെ ഡിഫൻസീവ് ഷേപ്പ് ഭയങ്കര മോശമാണ്. ഇഷ്ടംപോലെ ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് ഇവരുടെ ബാക്കിൽ. അത് സൈഡിലാണെങ്കിലും അതിപ്പം നമ്മൾ നോക്കിയാൽ മിഡ്ഫീൽഡിലാണെങ്കിലും അതുപോലെ തന്നെ വിങ്ങിൽ ഫ്ലാങ്കുകളിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ സ്പേസസ് ആണ്. അപ്പോൾ കൂടുതലും ബാർസ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാർസ ആ ഒരു സ്പേസസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ബാക്കിൽ നിന്ന് പെട്ടെന്ന് പാസുകൾ കൊടുക്കുന്നു. ആ ഒരു മിഡ്ഫീൽഡിലേക്ക് പെട്ടെന്ന് പാസ്, മിഡ്ഫീൽഡിൽ നിന്ന് അറ്റാക്കിലേക്ക് പെട്ടെന്ന് പാസ്. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് ആ ഒരു കൗണ്ടർ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ഇവർക്കെതിരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ സമയത്താണ് PSG-യുടെ ഡിഫൻസ് എന്തുമാത്രം വൾണറബിൾ ആണെന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ആടി ഉലയുന്ന കപ്പൽ അതായിരുന്നു PSG-യുടെ ഡിഫൻസ്. PSG-യുടെ ഡിഫൻസ് ആയാലും അവരുടെ ഗോൾ കീപ്പർ ഡൊണ്ണറുമ എന്നൊക്കെ പറയുന്ന പേര് നമ്മൾ കേൾക്കുമ്പോഴത്തേനും എന്താണ് പേര്, ഭയങ്കര പേരും ഭയങ്കര പ്രതാപമുള്ള ഗോൾ കീപ്പറാണ്. പക്ഷേ ഡൊണ്ണറുമയുടെ ഗോൾ കീപ്പിംഗ്, പുള്ളിയുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര മോശമാണ്. ഡൊണ്ണറുമ ഓരോ പ്രാവശ്യവും ഫൈനൽ തേർഡിലേക്ക് ബോൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബോക്സിന് നേരെ ക്രോസസ് ഒക്കെ വരുമ്പം ഡൊണ്ണറുമയുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. അപ്പോൾ അങ്ങനെ ഈ ബാർസ ഈ 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അറ്റാക്കിംഗ് ത്രെട്ടായി മാറി. ഇവരുടെ ഡിഫൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തു. 36-ാമത്തെ മിനിറ്റിൽ അങ്ങനെ ആ ഒരു യമാലിൻ്റെ ആ ഒരു കർവിംഗ് ബോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി ഡൊണ്ണറുമ സേവ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ റീബൗണ്ട് അല്ലെങ്കിൽ ഡൊണ്ണറുമയുടെ ദേഹത്ത് തട്ടി അത് നമ്മുടെ റഫീഞ്ഞയുടെ അടുത്ത് കിട്ടുന്നു. റഫീഞ്ഞ സ്കോർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 1-0 പെട്ടെന്ന് ഒന്നും അല്ലാതെ നിന്ന ബാർസ ഗെയിം നമ്മൾ നോക്കിയാൽ പൊസഷൻ ഒന്നും ഇല്ലാതെ കൂടുതൽ അറ്റാക്കും PSG ആണ് നടത്തിയത്. പക്ഷേ പെട്ടെന്ന് ബാർസ സ്കോർ ചെയ്യുന്നു. അതായത് ബാർസയുടെ അറ്റാക്ക് കുറേ കൂടെ എഫക്റ്റീവായിരുന്നു. ഇവരുടെ ഡിഫെൻസീവ്ലി മോശം അറ്റാക്കിംഗ് വൈസും ഈ PSG എന്ന് പറയുന്ന ടീം അവർ കൂടുതലും ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു ടീം ഗെയിം എന്നുള്ള രീതിയിൽ ഈ ബാർസയുടെ ഈ രീതിയിലുള്ള ഈ ഒരു ഡീപ്പറായിട്ട് ഈ രീതിയിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ബാർസയുടെ ഡിഫെൻസീവ് ഷേപ്പിനെ ബ്രേക്ക് ചെയ്യുക
അല്ലെങ്കിൽ അവിടെ സ്പേസസ് കണ്ടെത്തുക, അതൊന്നും അല്ലായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ. എംബാപ്പെ, ഡെംബലെ, അസൻസിയോ, അപ്പോൾ അങ്ങനത്തെ അവരുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് അവർ കൂടുതലും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ 1-0 ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും ലൂയിസ് എൻറിക്കയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇങ്ങനെ പോരാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അസൻസിയോ മാറ്റിയിട്ട് പുള്ളി ബർക്കോളയെ കൊണ്ടുവരുന്നത്. ബർക്കോള ആ ഒരു റൈറ്റ് വിങ്ങിലോട്ട് വരുന്നു, ഡെംബലെ ത്രൂ ദ മിഡിൽ കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു, എംബാപ്പെ ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർക്കോള ആ ഒരു അറ്റാക്കിലോട്ട് വന്നപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ PSG അറ്റാക്കിന് തന്നെ ഒരു 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 വേറിട്ട അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷൻ കിട്ടിയ പോലാണ് എനിക്ക് തോന്നിയത്. കാരണം കുറേ നല്ല അറ്റാക്കിംഗ് മൊമെൻറ്റ്സ് ബർക്കോള നടത്തിയിട്ടുണ്ട്. ബർക്കോള വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അവർ ഗോൾ സ്കോർ ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്നു. അവർ 48-ാമത്തെയും 51-ാമത്തെ മിനിറ്റിലും ഗോൾ സ്കോർ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 48-ാമത്തെ മിനിറ്റിലെ ഡെംബലയുടെ ഗോൾ നോക്കിയാൽ എനിക്ക് തോന്നുന്ന പുള്ളിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ കിട്ടിയൊരു ഗോളാണ്. അത് കഴിഞ്ഞ് 51-ാമത്തെ മിനിറ്റിൽ വിറ്റീഞ്ഞയുടെ ഗോൾ നോക്കിയാൽ കുറേയും കൂടെ ഇവർ ആ ഒരു ഫൈനൽ തേർഡിൽ കുറേയും കൂടെ വർക്ക് ചെയ്താണ് ആ ഒരു ഗോൾ കണ്ടെത്തിയത്. കൂടുതലും ബാർസ ഡിഫൻസ് നോക്കിയാൽ ബാർസ ഡിഫൻസിൻ്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ ബാർസയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് കുബാർസി ക്യാൻസലോ ഒക്കെ ഉള്ള ആ ഒരു ലെഫ്റ്റ് സൈഡ് കൂടുതലും PSG ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. PSG തോന്നി, അല്ലെങ്കിൽ ലുച്ചോയ്ക്ക് തോന്നിയത് ആ ഒരു ലെഫ്റ്റ് സൈഡാണ് ബാർസയുടെ ആ ഒരു ഡിഫൻസിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കുറേ കൂടെ വീക്കർ. ആ ഒരു സാധനത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവരുടെ അറ്റാക്ക് കുറേ കൂടെ എഫിഷ്യൻ്റ് ആവുന്നു. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് ആ ഒരു ഗോള്, ബാർസയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് ആ ഒരു ഗോള് കൺസീഡ് ചെയ്തത്. എന്നാലും നമ്മൾ കുബാർസിയുടെ കാര്യം, 17 വയസ്സുള്ള കുബാർസിയെ നമ്മൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും കുബാർസിയെ നമുക്ക് ആ ഒരു കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഒത്തിരി നല്ല കാര്യങ്ങൾ കുബാർസിയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അപ്പോൾ ആ ഒരു ഡിഫൻസിൽ നമ്മൾ ആ ഡിഫൻഡേഴ്സിനെ ഇപ്പോൾ അരോഹ ആണെങ്കിലും കുണ്ടയാണെങ്കിലും ഇവരെക്കാളുമൊക്കെ എനിക്ക് ബെറ്റർ ഓൺ ദ ബോൾ ബെറ്ററായിട്ട് കുബാർസിയെ തോന്നി. പക്ഷേ ഡിഫൻസീവ് ആസ്പെക്റ്റിൽ അവരുടെ അത്രയും ഫിസിക്കലി ഗ്രോൺ ആയിട്ടില്ല, അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുബാർസിക്കുണ്ട്. പക്ഷേ വിത്ത് ടൈം, വിത്ത് ഏജ്, ഈ കുബാസി എന്ന് പറയുന്ന മനുഷ്യൻ ടോപ്പ് ഡിഫൻഡറായി മാറും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സയൻസ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ടോപ്പ് ഡിഫൻഡറാവും. പക്ഷേ ഓൺ ദ ബോൾ പിച്ചിനെ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ, ബാക്കിൽ നിന്ന് ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുബാർസി വേറൊരു ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ കുബാർസി ബാർസയുടെ ആദ്യത്തെ ഗോളിൽ കുബാർസിയാണ് ആ ഒരു അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നത്. കുബാർസിയുടെ കയ്യിൽ നിന്നാണ് അറ്റാക്ക് വരുന്നത്. കുബാർസിയാണ് എനിക്ക് തോന്നുന്നത് ലവയെ ഫൈൻഡ് ചെയ്ത് ആ ഒരു അറ്റാക്ക് ട്രിഗർ ചെയ്യുന്നത് കുബാർസിയാണ്. അപ്പോൾ അങ്ങനെ ബാക്കിൽ നിന്ന് ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ കണ്ടെത്താൻ മിടുക്കനാണ് കുബാർസി. അപ്പം ബാർസ ഇങ്ങനെ ഈ 2-1 ബാക്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ചാവിയുടെ ഇമ്പോർട്ടൻസ്, ചാവിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ആ ഒരു ചേഞ്ച് മേക്ക് ചെയ്യുന്നു. ചാവി പെദ്രിയെ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ കറക്റ്റ് സമയങ്ങളിൽ ചാവി ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരുന്നു. ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഗോളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പെദ്രി വന്നിട്ട് പെദ്രിയുടെ ആദ്യത്തെ ടച്ച് എന്ന് പറയുന്ന അസിസ്റ്റാണ്. റഫീഞ്ഞയ്ക്ക് അസിസ്റ്റ് കൊടുത്ത് റഫീഞ്ഞ ഗോൾ സ്കോർ ചെയ്യുന്നു. ആ ക്രിസ്ത്യൻസിൻ്റെ കാര്യം നോക്കിയാലും ക്രിസ്ത്യൻസിന് ആ ഒരു കോർണർ വിൻ ചെയ്ത് ക്രിസ്ത്യൻസിൻ്റെ ആദ്യത്തെ ടച്ചും ഹെഡ് ചെയ്ത് പുള്ളിയുടെ ഗോളാണ് പുള്ളി. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട്സൊക്കെ കറക്റ്റ് സമയത്ത് പുള്ളി ചാവി സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കൊണ്ടുവരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഗെയിമിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ ബാർസ ഗെയിം ജയിക്കുന്നു. ശരി പറഞ്ഞാൽ ക്രിസ്ത്യൻസൻ ഗോൾ സ്കോർ ചെയ്തെങ്കിലും ബാർസയെ സംബന്ധിച്ച് ക്രിസ്ത്യൻസന് യെല്ലോ കാർഡ് കിട്ടി അടുത്ത മാച്ചിൽ കാണത്തില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസൻ അവിടെ ഉണ്ടെങ്കിൽ കുറേ കൂടെ സ്റ്റേബിളാണ് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ. അപ്പോൾ വീണ്ടും അത് ആരെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ബാർസയ്ക്ക് ഉള്ളത്. അപ്പം സെക്കൻഡ് ലെഗിൽ ആ ഒരു മോഞ്ചുവിക്കിൽ എന്തായിത്തീരും എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ എംബാപ്പെ എന്ന് പറയുന്ന മനുഷ്യൻ ഒത്തിരി ഹൈപ്പോടെയാണ് ഈ ഒരു മാച്ചിലോട്ട് വന്നത്. ഒന്നും ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. ടോട്ടൽ മാച്ചിൽ 44 ടച്ചസൊക്കെ ഉണ്ട്. 44 ടച്ചസ്, 9 ടച്ച് എന്താ പറയുന്നത് ബാർസയുടെ ഫൈനൽ തേർഡിൽ 9 ടച്ചസൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് ഇല്ല. ഗെയിമിനെ ഒരു രീതിയിലും പുള്ളിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. മറ്റേ വേർ ഈസ് മെസ്സി എന്നൊക്കെ ചോദിക്കുന്ന പോലെ എംബാപ്പെ ചോദിക്കേണ്ട ഒരു സ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ എംബാപ്പെ ഇനി അടുത്ത മാച്ചിൽ പെർഫോം ചെയ്യത്തില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലയിടില്ല. കാരണം എംബാപ്പെ ചിലപ്പോൾ പെർഫോം ചെയ്തേക്കാം. അടുത്ത മാച്ചായിരിക്കും ചിലപ്പം എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് എംബാപ്പെ ചിലപ്പം തകർത്ത് അല്ലെങ്കിൽ അഴിഞ്ഞാടിയേക്കാം എംബാപ്പെ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു അറ്റാക്കിൽ എന്നെ സംബന്ധിച്ച് ഇന്നലത്തെ അവരുടെ ആ ഒരു അറ്റാക്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ബാർസ ഫാൻസ് ഏറ്റവും വെറുക്കുന്ന ഡെംബലെ ആയിരുന്നു. ഡെംബലെ ശരിക്കും പറഞ്ഞാൽ കൂവി. ബാർസ ഫാൻസ് ഒരു മനുഷ്യൻ പോലും ഡെംബലയ്ക്ക് മാപ്പ് കൊടുക്കത്തില്ല. കാരണം ഓൾറെഡി അവരെ വിട്ടുപോയതിൻ്റെ ആ ഒരു ഹെയ്റ്റ് അവരുടെ മനസ്സിലുണ്ട്. അത് കൂടാതെ ഇന്നലെ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള സെലിബ്രേഷൻസ് അതും കൂടെ ആയപ്പോഴത്തേനും ബാർസ ഫാൻസിന് ഒരിക്കലും കണ്ടിനെടുത്താൽ കാണത്തില്ല. അടുത്ത എന്താണേലും മോഞ്ചുവിക്കിൽ നല്ല രീതിയിലുള്ള റിസപ്ഷൻ ഡെംബലേക്ക് കിട്ടും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് നമ്മൾ നോക്കിയാൽ
ബർക്കോളയാണെങ്കിലും ഡെമ്പലെ, ഈ 2 പ്ലേയേഴ്സ് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. ബർക്കോള വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അറ്റാക്കിന് പുതിയൊരു ഉണർവ്, പുതിയൊരു ഡയമെൻഷൻ ക്രിയേറ്റ് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അറ്റാക്കിംഗ് ത്രെട്ട് അത് നല്ല രീതിയിൽ കാണിച്ചു ഈ ഒരു ബർക്കോളയുടെ ആ ഒരു വരവ്. പിന്നെ എനിക്ക് അവിടെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയ ഒരു പ്ലെയർ വിട്ടീഞ്ഞ, മിഡ്ഫീൽഡിൽ വിട്ടീഞ്ഞ, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മെൻഡസ്. അപ്പോൾ ഈ 2 പ്ലേയേഴ്സും ഭയങ്കര ഇമ്പ്രസീവാണ്. ഡിഫെൻസീവ്ലി ഇവർ ഭയങ്കര മോശമാണ്. എസ്പെഷ്യലി ലുച്ചോ സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഓഫ് ദ ബോളുള്ള ആ ഒരു ഡിഫെൻസീവ് ഷേപ്പ്, അത് ബെറ്റർ ആക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് കുറേ കൂടെ ഡയറക്ട്നെസ് ഇവരുടെ ഗെയിമിൽ കൊണ്ടുവരണം. ഒത്തിരി സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പ്, ബോൾ പ്രോഗ്രസിങ്, പാസിങ്, എക്സ്ചേഞ്ചസ് ഇതൊക്കെ നിർത്തി കുറേ കൂടെ സ്പീഡിൽ ബോൾ എക്സ്ചേഞ്ച് ചെയ്യുക, പാസുകൾ നടത്തുക, ആ ഒരു ഡയറക്ട്നെസ് കുറേ കൂടെ നല്ല രീതിയിൽ ഗെയിമിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാരണം ഈ PSG ഈ രീതിയിൽ സ്ലോ ആയിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യും, അല്ലെങ്കിൽ ഓൾ ഔട്ട് അറ്റാക്കിന് മുന്നിലേക്ക് കയറി വരും. അതുകൊണ്ട് തന്നെയാണ് ചാവി വളരെ ഡയറക്റ്റായിട്ടുള്ള 2 വിങ്ങേഴ്സിനെ, യമാലിനെയും അതുപോലെ തന്നെ റഫീനെയും കളിപ്പിച്ച് അത് ഒത്തിരി ഗെയിമിനെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ ഇട്ട് തകർക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.